ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് നമ്മൾ ബ്രെഡും പാലും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സമയം ആവശ്യമില്ല, അതേസമയം നല്ല ടേസ്റ്റുമാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ പഞ്ചസാരയൊന്നും കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ആദ്യമേ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി സ്പൂൺ വെച്ച് ഇളക്കണ്ട, ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വെക്കാം. പഞ്ചസാരയൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. പഞ്ചസാര കുറച്ചൊന്ന് അലിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കിത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ആദ്യമേ തന്നെ ഇളക്കി കഴിഞ്ഞാൽ സ്പൂണിലെല്ലാം ഒട്ടിപ്പിടിക്കും. ഇപ്പം ഇത് അലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ബ്രൗൺ കളർ ആവണം, അതേസമയം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ തീ നമ്മൾക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് പഞ്ചസാരയൊന്ന് എല്ലാ ഭാഗവും ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പം പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്, നന്നായി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. പഞ്ചസാരയുടെ അടിഭാഗത്ത് എല്ലാ ഭാഗത്തും ആയി കിട്ടണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുഡിംഗ് തീരെ ഒട്ടിപ്പിടിക്കത്തില്ല, പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പം പഞ്ചസാര ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് എല്ലാ സൈഡിലോട്ടും ആയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഈ പാത്രം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 4 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് മിക്സിയിലിടാൻ പാകത്തിന് ചെറിയ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പുറം ഭാഗം ഒന്നും കളയേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ബ്രെഡ് വെച്ച് നമ്മൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ 10 പീസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ബ്രെഡെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മളിതിനകത്ത് പാലും മുട്ടയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാനാണെങ്കിൽ വലിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി വലിയ ജാർ ഇല്ല എങ്കിൽ ചെറിയ ജാറിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പം ഇവിടെ ഒറ്റ ട്രിപ്പിലാണ് എല്ലാം കൂടെ അരച്ചെടുക്കുന്നത്. ഇപ്പം ബ്രെഡ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് 2 കപ്പ് പാലാണ്. ഏത് ടൈപ്പ് പാൽ വേണമെങ്കിലും എടുക്കാം. ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മളിത് പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് പാല് നേരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ടയുടെ മണമൊന്നും തീരെ അറിയത്തില്ല. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 1/3 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ അരച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് പുഡിംഗ് വേവിച്ചെടുക്കാനായിട്ട് വലിയൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തൊരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം പുഡിംഗ് എല്ലാം നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പാത്രത്തിനകത്തോട്ട് ഒരു വലിയ അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തിൽ കൂടെയാണ് പുഡിംഗ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം പുഡിംഗ് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതായത് പുഡിംഗ് നമ്മൾ വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് തരി വന്നാൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ആവിവെള്ളം വീഴാതിരിക്കാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ ഈ പാത്രത്തിനകത്ത് ബട്ടറോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒരു പാത്രത്തിൽ അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇത് നേരെ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിത് വെള്ളത്തിനകത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 35 തൊട്ട് 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പുഡിംഗ് പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതേപോലെ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ആവിവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കുക. നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ച് 2 മണിക്കൂർ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ സൈഡിലും അടിയിലൊന്നും ഇത് തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. പഞ്ചസാര കാരമലൈസ് ചെയ്തത് സൈഡിലോട്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നേരെ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഈ ഒരു മെഷർമെൻറ്റിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്കിത് ഒരു പ്ലേറ്റിനകത്തേക്കുള്ള കറക്റ്റ് സൈസായിട്ട് തീരെ പൊട്ടാതെ കിട്ടും. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും.
വേറെയും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇത് അരിച്ചൊഴിച്ചത്. ഇത് കാണുമ്പോൾ അറിയാം തീരെ തരിയൊന്നും ഇതിനകത്തില്ല. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാരമലൈസ് ചെയ്ത് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്